നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ അനന്തു. ഞാനിന്ന് വന്നു ചേർന്നിരിക്കുന്നത് മലയാളത്തിൻ്റെ മഹാനടൻ, ദ ലെജൻഡ് ആക്ടർ ശ്രീ സത്യൻ മാഷ് അന്ത്യവിശ്രമം കൊള്ളുന്ന പാളയത്തെ LMS സെമിത്തേരിയിലാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാൻസ് ഗ്രൂപ്പായ വാട്സപ്പ് കൂട്ടായ്മയുടെ ഒപ്പം വന്നു ചേർന്നിരിക്കുന്നത്. അദ്ദേഹം നമ്മെ വിട്ടുപോയിട്ട് ഇപ്പോൾ 54 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 1971 ജൂൺ 15 അദ്ദേഹം നമ്മളെ വിട്ടുപോയത്. എല്ലാ വർഷവും ഞാൻ അവരോടൊപ്പം അദ്ദേഹത്തെ കാണാൻ വരുന്നതാണ്. ഇനി എന്തായാലും നമുക്ക് അവരോട് സത്യൻ മാഷിനെ കുറിച്ചുള്ള അനുഭവങ്ങളും കാഴ്ചപ്പാടുമൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു. സാറിട്ടോ എന്നിട്ടോ അതിനുണ്ട് വീഡിയോ. ഇങ്ങനെ എടുത്തത് മൊബൈൽ വെള്ളത്തിൽ ശ്രദ്ധിക്കണ്ടായിരുന്ന. ശ്രീ മുന്ദേശ് സാറ്, ബഹുമാന്യനായ ശ്രീ വൈക്കം സാബു സാറ്, അനീഷ എന്നിവർ, പ്രിയപ്പെട്ടവർ, ബഹുമാനപ്പെട്ട മലയാളത്തിൻ്റെ അഭിനയ ചക്രവർത്തിയായിരുന്നു മഹാനടൻ ശ്രീ സത്യൻ മാസ്റ്ററുടെ, മാനുവൽ സത്യനേശൻ എന്ന സത്യൻ മാസ്റ്ററുടെ 54ാമത്തെ ചരമവാർഷികം ആചരിക്കുവാനായിട്ടാണ് നമ്മളിവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് സത്യൻ മാസ്റ്റർ ഫാൻസ് ഫോറം എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ ഗ്രൂപ്പിനെ കുറിച്ചൊരു വാക്ക് പറയുകയാണെങ്കിൽ 2022 അദ്ദേഹത്തിൻ്റെ കുടുംബാംഗമായിരിക്കുന്ന ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനും കൂടെയാണ്. അപ്പോൾ സമാന ചിന്താഗതിക്കാരായിരിക്കുന്ന സത്യൻ മാസ്റ്ററുടെ പേരിലുള്ള സംഘടനക്കാർ, അതുപോലെ തന്നെ അദ്ദേഹത്തോടുള്ള ആഭിമുഖ്യം പുലർത്തുന്ന പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുള്ളവരെ ഫേസ്ബുക്കിൽ നിന്നും വാട്സപ്പിൽ നിന്നുമൊക്കെ ഒരുമിച്ച് കളക്ട് ചെയ്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കണമെന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് സത്യൻ മാസ്റ്റർ ഫാൻസ് ഫോറം 2022 നവംബർ, അതായത് സത്യൻ മാഷിൻ്റെ ജന്മതീയതിയായ നവംബർ 9 രൂപീകരിച്ചു. അന്ന് മുതൽ ഇന്നുവരെ സത്യൻ മാഷിൻ്റെ ഓർമ്മകൾ നിലനിർത്തുവാനായിട്ട് ആവശ്യമായിരിക്കുന്ന എല്ലാ കഴിവ് നമ്മുടെ കഴിവിൻ്റെ പരമാവധി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഗ്രൂപ്പിലൂടെ ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് ഒരു നൂൽപ്പാലത്തിലൂടെ 1971 നവംബർ 1971 ജൂൺ 15 സഞ്ചരിച്ചിരുന്ന ആ മഹാനായ നടൻ ഒടുവിൽ ആർക്കു മുന്നിലും കീഴടങ്ങാതെ എല്ലായിടത്തും വിരിഞ്ഞ നെഞ്ചോടുകൂടെ, തികഞ്ഞ പൗരുഷത്തോടുകൂടെ വിധിയുടെ എല്ലാ വൈപരീത്യങ്ങളെയും നേരിട്ട ആ വ്യക്തിപ്രഭാവം ഒടുവിൽ മരണത്തിന് മുന്നിൽ 1971 ജൂൺ 15 പുലർച്ചെ 4:10 കീഴടങ്ങിയതിനെ ഓർക്കുന്നതിന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മരണത്തിൽ കീഴടങ്ങിയെങ്കിലും അദ്ദേഹം ഒരു ജ്വലിക്കുന്ന ആ പാട്ടിൽ പാടിയതുപോലെ, ബഹുമാനായ വൈക്കം സാബു സാർ പാടിയ ഒരു അർത്ഥവത്തായ ഒരു പാട്ടാണ്. കഴുക ഹേ കഴുക, കറുത്ത ചിറകുമായി താണു പറന്നീ കനലിനെ കൂട്ടിൽ നിന്ന് എടുത്തുകൊണ്ടു. നാളത്തെ പ്രഭാതത്തിൽ ഈ കനൽ ഊതി ഊതി കാലമൊരു കത്തുന്ന പന്തമാക്കി, തീ പന്തമാക്കി.
ഇന്ന് സത്യൻ മാഷിനെ സ്നേഹിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഒരു ജ്വാലയായി അദ്ദേഹം ജ്വലിച്ചു നിൽക്കുകയാണ്. ഒരു കെടാവിളക്കായി അദ്ദേഹം ജ്വലിച്ചു നിൽക്കുകയാണ്. ആ സ്മരണകൾക്ക്, ദീപ്തമായ ആ സ്മരണകൾക്ക് മുന്നിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു നിമിഷം ഒരു മൗനമായിരിക്കും. നമുക്ക് ഒരു നിമിഷം ഒരു മൗനം ആയിരിക്കും. ഓക്കെ, നമുക്കിനി വർത്തമാന കാലത്തിലേക്ക് വരുമ്പോൾ സത്യൻ മാസ്റ്റർ ആരായിരുന്നുവെന്ന് നമുക്ക് മാത്രമല്ല കേരളത്തിൽ എല്ലാവർക്കും നല്ലവണ്ണം അറിയാവുന്ന കാര്യം. പക്ഷേ ചില കോമാളികൾ, ചില മിമിക്രി എന്നുള്ള പേരിൽ, മിമിക്രി എന്നുള്ള കലയെ ഞാൻ അങ്ങേയറ്റം ആദരിക്കുന്ന വ്യക്തിയാണ്. മിമിക്രി എന്ന് പറയുന്ന കലയെന്ന് പറയുന്നത് വളരെ ഉദാത്തമായ ഒരു കല തന്നെയാണ്. പക്ഷേ ആ മിമിക്രിയുടെ പേരിൽ മറ്റുള്ള ആളുകളെ ചിരിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഈ മഹാനടനെ ഒരു കോമാളിയായി ചിത്രീകരിക്കും. ഇദ്ദേഹത്തെ മാത്രമല്ല, അന്നത്തെ പൗരുഷമുറ്റ നടന്മാരായിരുന്ന ശ്രീ പ്രേംനസീർ, ശ്രീ ജയൻ, ശ്രീ മധു, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പലരും ആക്ഷേപഹാസ്യം കൊണ്ടു നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അവരോടെല്ലാം എനിക്ക് പറയേണ്ട ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ആദ്യം പോയി സത്യൻ മാഷിന്റെ സിനിമ ഒന്ന് കാണും. ആ സിനിമയിൽ ഇദ്ദേഹം എന്താണ് പറയുന്നത്, എങ്ങനെയാണ് ഇദ്ദേഹം ഡയലോഗ് പ്രസന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇദ്ദേഹം അഭിനയിക്കുന്നത്, എങ്ങനെയാണ് ഇദ്ദേഹം ആ സിനിമയിൽ ജീവിക്കുന്നത് എന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്. ഒരുപാട് ഹോംവർക്ക് ചെയ്യുന്ന ആളാണ് സത്യൻ മാഷ്. കാരണം ഓടയിൽ നിന്നെന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിന് മുന്നോടിയായിട്ട് ഇദ്ദേഹം കൊല്ലത്ത് ചെന്ന് ഒരു റിക്ഷാക്കാരൻ എങ്ങനെയാണ് റിക്ഷ എടുക്കുന്നത്, ആ കാല് കൊണ്ട് തട്ടി റിക്ഷ മുകളിലോട്ട് എടുക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ പഠനം നടത്തി. ശരിക്കും പറഞ്ഞാൽ ഒരു സബരിയായിട്ട്, അഭിനയം ഒരു സബരിയായിട്ട് എടുത്തുകൊണ്ട് ഈ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കഥാപാത്രം അദ്ദേഹത്തിന് കൊടുത്തു കഴിയുമ്പോൾ ഈ കഥാപാത്രത്തെ വ്യക്തമായി പഠിച്ച് അപഗ്രഥിച്ച് കർമ്മപഥത്തിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യമാണ് അദ്ദേഹം. ഇന്നത്തെ നടന്മാർക്ക് ഇതിന്റെ 7 അയലത്ത് എത്താൻ പറ്റത്തില്ല എന്നുള്ളത് കട്ടായമായിട്ട് ഞാൻ പറയുക. അങ്ങനെ ഒരു വ്യക്തിപ്രഭാവം ഒരു പാട്ടിൽ ഇങ്ങനെ നമ്മൾ കേൾക്കുന്നത്, 1000 യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ളോരവതാരങ്ങളെവിടെ. അങ്ങനെ 1000 യുഗങ്ങളിൽ ഒരിക്കൽ വന്ന നമ്മെ സന്ദർശിച്ച ഒരു ഒരു സൂര്യോദയമായിരുന്നു ശ്രീ സത്യൻ മാഷ്. ആ സൂര്യപ്രഭയെ, ആ സൂര്യ തേജസ്സിനെ സ്മരിക്കുവാനാണ് നമ്മളിന്നിവിടെ ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇന്നിവിടെ ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മുടെ എല്ലാം ഉള്ളില് ഈ കാലം തെളിയിച്ച ഈ ദീപം, ഈ കെടാവിളക്ക് ജ്വലിക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായിരിക്കുന്ന കാര്യം. അതുകൊണ്ട് സത്യൻ മാഷിന്റെ പേരിൽ ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാശംസകൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്മരണകളെന്നും ദീപ്തമായി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുമാറാകട്ടെ. ചെറുപ്പം മുതൽ എൻ്റെ ഹൃദയത്തിൽ കുടികൊണ്ട നടന്മാർ 2 പേരാണെന്ന് ശ്രീ പ്രേംനസീർ സാറും നമ്മുടെ പ്രിയങ്കരനായ മാഷ്. ഞാനിത് പറയാൻ കാര്യം, ഞങ്ങൾ 5 പേരാണെങ്കിലും 3 ഏട്ടന്മാരും അച്ഛനൊക്കെ എന്നെ വിട്ടു പോയി. ഞാനൊരു സഹോദരൻ മാത്രമേ ഉള്ളൂ. അതിൽ 3ാമത്തെ ജ്യേഷ്ഠൻ ശരിക്കും നമ്മുടെ പ്രിയങ്കരനായ മാഷിൻ്റെ അതേ ശൈലിയും, ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു, കലാകാരനായിരുന്നു, പാടുകയും മൃദംഗം വായിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതേ രീതിയിൽ തന്നെ വാഴ്വമായ എന്ന സിനിമയിലെ നമ്മുടെ മാഷ് അനുസരമാക്കിയ കഥാപാത്രമാണ് സുധീന്ദ്രൻ. ആ സിനിമ ഞാൻ ഇന്നും കാണുമ്പോൾ, എനിക്ക് ഇപ്പോൾ 63 വയസ്സായി, ഇന്നും ആ സിനിമ കാണുമ്പോൾ ഞാൻ ചേട്ടനെയാണ് ഓർക്കാറുള്ളത്. ചേട്ടൻ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു പണ്ട് കാലത്ത്. അറൂപാസി, അതുപോലെ ചേട്ടൻ്റെ ഫേവറേറ്റ് ആലമ്പുഴ സാറായിരുന്നു. പക്ഷെ എന്നാലും എന്താണേലും ഇവിടെ ഞാനീ പറഞ്ഞ നമ്മുടെ ഒരു മിത്രം പറഞ്ഞ പോലെ 2ാമത്തെ വരവാണ്. അന്നും ഇതുപോലെ ഞാൻ വന്ന് കുറേ മാഷിന് ഇഷ്ടപ്പെട്ട പാട്ട് സ്വർണം പാടിയിട്ട് പോയി. വീണ്ടും എനിക്കിവിടെ ഈ വർഷവും എനിക്ക് വരാൻ മാഷിനത്, അതാണ് മാഷിനോടുള്ള ആ സ്നേഹത്തിൻ്റെ കടപ്പാടാണ്. അതാണ് എത്തിച്ചത്. കാരണം ഇന്ന് രാവിലെ ഞാൻ വൈക്കത്താണ് താമസം, വൈക്കത്തുനിന്നാണ് ഞാൻ വരുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി ഇവിടെ എത്താൻ പറ്റുമെന്നുള്ള ഒരു ഇതാണ്. പക്ഷേ അതെല്ലാം ഇവിടെ മാഷ് തന്നെ ഇവിടെ എത്തിച്ചെന്ന് വേണം പറയാൻ. അതാണ് ഒരു കാലത്തും മാഷിനെ പകരം വയ്ക്കാനോ അല്ലെങ്കിൽ അതുപോലെ നമുക്കിനി എന്തുകൊണ്ടാണ് നമ്മൾ മാഷെ ഇപ്പോഴും ഇഷ്ടപ്പെടണം. അദ്ദേഹത്തിൻ്റെ ആ നമ്മളുള്ള ഇപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇപ്പോൾ ഇവിടെ വന്ന നമ്മുടെ ഗ്രൂപ്പിലൊരു മോള് തന്നെ, ഇപ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ
ആ രീതിയിലേക്കുള്ള ആണെങ്കിലും ആ കൊച്ചു പറഞ്ഞു ഞാൻ പഴയ പടങ്ങൾ അച്ഛനും ഞാനൊക്കെ പഴയ ആൾക്കാരെ ഇഷ്ടപ്പെടുന്നവരാന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റേതായ ഒരു സത്യാവസ്ഥ നമുക്ക് എന്ത് പറയാൻ വാക്കുകളില്ല. എന്തായാലും എല്ലാ മിത്രങ്ങൾക്കും എൻ്റെ മാഷിൻ്റെ പേരിൽ പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ടും മാഷിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ കൈവയ്ക്കുന്നു. സത്യൻ മാഷിൻ്റെ ഈ പാവന സ്മരണയ്ക്ക് മുന്നിൽ തിരുമലയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള എല്ലാ സഹപ്രവർത്തകർക്കും അദ്ദേഹത്തിൻ്റെ ചൈതന്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ എല്ലാവരും നിൽക്കാനുള്ളൊരു ഭാഗ്യമുണ്ട്. ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ നിന്ന് നമസ്കരിക്കാനുള്ളൊരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടായതിൽ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ സമിതിയിലെ അംഗമായിട്ട് ഞാൻ ഇപ്പോൾ 2ാമത്തെ തവണയാണ് ഞാൻ വരുന്നത്. ഈ മഴയത്ത് വരാൻ പറ്റൂല എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എത്തിയത് നല്ലൊരു സമയത്തായിരുന്നു. അതിൽ എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ കൈകൂപ്പി വണങ്ങുന്നു. ശരിയനായ സത്യൻ മാസ്റ്ററുടെ തറവാട്ടമ്മ എന്ന സിനിമയിലെ ഒരു പാട്ടിൻ്റെ ഏതാനും വരികൾ മാത്രം. മറ്റൊരു സീതയെ കാട്ടിലേക്കയക്കുന്നു ദുഷ്ടനാം ദുർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദുർവിധി വീണ്ടും. മറ്റൊരു സീതയെ കാട്ടിലേക്കയക്കുന്നു ദുഷ്ടനാം ദുർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദുർവിധി വീണ്ടും. യുഗങ്ങൾ കഴിഞ്ഞിട്ടും ജഗം തന്നെ മാറിയിട്ടും ചരിത്രത്തിൻ ചക്രം വീണ്ടും തിരിയുന്നു. യുഗങ്ങൾ കഴിഞ്ഞിട്ടും ജഗം തന്നെ മാറിയിട്ടും ചരിത്രത്തിൻ ചക്രം വീണ്ടും തിരിയുന്നു. കണ്ണുനീർ മുകിലുകൾ കവിളത്തു പെയ്യുമീ പെണ്ണിൻ്റെ നൊമ്പരമാരറിയാൻ. കണ്ണുനീർ മുകിലുകൾ കവിളത്തു പെയ്യുമീ പെണ്ണിൻ്റെ നൊമ്പരമാരറിയാൻ. മറ്റൊരു സീതയെ കാട്ടിലേക്കയക്കുന്നു ദുഷ്ടനാം ദുർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദുർവിധി വീണ്ടും. മരണമെന്നത് ഒരു താൽക്കാലിക യാത്ര മാത്രമാണ്. നമ്മൾ ഈ ലോകത്ത് ചെയ്ത പുണ്യകാര്യങ്ങളും എല്ലാം ഈ ലോകത്ത് ഓർമ്മയായി എന്നും നമ്മളെ ആരാധിക്കുന്ന ആളുകളിൽ ഒരു തീനാളമായി എന്നും ജ്വലിച്ചു നിൽക്കും നമ്മുടെ സത്യൻ മാഷിനെ പോലെ.